പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തിരിച്ചടിയേറ്റിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മിക്ക്. അമ്മായിമാരുമായുള്ള മൽപ്പിടുത്തത്തിനെ തുടർന്ന് അമ്മായിമാർ തള്ളി താഴെയിട്ടിരിക്കുകയാണ് ധനലക്ഷ്മിയെ. ഇതോടെ ധനലക്ഷ്മി ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് തൻ്റെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറയുകയും ചെയ്യുന്നു. എൻ്റെ കൈ നിങ്ങൾ ഒടിച്ചുവല്ലേ? ഇതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ഞാൻ തരും. തന്നില്ലെങ്കിൽ എൻ്റെ പേര് ധനലക്ഷ്മി എന്നല്ല. ഇത് കേൾക്കുന്ന അമ്മായിമാർ, നിനക്ക് ചെയ്യാനുള്ളത് നിനക്ക് ചെയ്യാം. അതിൽ ഞങ്ങൾ യാതൊരു തടസ്സവും നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആഭരണങ്ങൾ, അത് തൊട്ടുള്ള കളി വേണ്ട. അത് തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട, മനസ്സിലായോ? ഇതോടെ ധനലക്ഷ്മി, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് നമുക്ക് കാണാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമ്മായിമാർ. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഇതേ തുടർന്ന് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം കൺമണിയുടെ മുന്നിൽ ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? അതോ ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുതലായ ചോദ്യങ്ങൾ വന്നതിനെ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ മനോജിന്റെ മകൻ. സഹായിക്കുന്നതിനായി പുതിയ നീക്കങ്ങളാണ് ഇനി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന അവൻ വിവാഹം മുടക്കുന്നതിൻ്റെ ഭാഗമായി പുതിയൊരു തന്ത്രം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകണം. അല്ലാതെ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യരുത്. അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തായാലും പ്ലാനെല്ലാം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൻ. ഇതേ തുടർന്ന് കൺമണിയോട് എടുത്തുചാടി തീരുമാനിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന അവൻ, ഞാൻ എന്തായാലും വരുണിന് ആദ്യ ഡോസ് കൊടുക്കാം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം കൺമണി വീണ്ടും ഓഫീസിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. മനോജ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്തായാലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകട്ടെ അവൾ. എന്തിനാണ് നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകട്ടെ. വെറുതെ എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് കൺമണിയുടെ ജീവിതത്തിൽ. മനോജേട്ടനോട് സത്യങ്ങൾ പറയേണ്ടതില്ലേ എന്ന ചോദ്യം മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് അച്ഛനിപ്പോൾ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അച്ഛൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി മുന്നിലേക്ക് പോകും എന്ന് അവൻ അറിയിച്ചതിനെ തുടർന്ന് മനോജിന്റെ സഹായം വാങ്ങുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അവർ. ഇതേ തുടർന്ന് പുതിയ പ്ലാനിങ്ങുകളാണ് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യം കൃഷിന്റെ മനസ്സിൽ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി കൺമണി മുന്നിലേക്ക് പോവുകയാണ്. ഇതേ സമയം വരുണിനെ കൺമണിയുടെ പ്രണയം അറിയിക്കുന്നതിനായി
മുന്നിലേക്കുള്ള നീക്കങ്ങൾ മനോജിന്റെ മകൻ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ആ പ്രണയത്തെക്കുറിച്ച് അറിയുന്നുവെങ്കിലും പിറകോട്ട് പോകാൻ താനില്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ വരുൺ. എന്തൊക്കെ സംഭവിച്ചാലും കൺമണി എന്റേതാകണം, ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് അയാൾ വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.